ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും മഹീന്ദ്രയുടെ പുതിയ B6 അതുപോലെ XUV9 ഒക്കെ കണ്ടതാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും ആദ്യം വണ്ടി കാണിച്ച സമയത്ത് തന്നെ മഹീന്ദ്ര പറഞ്ഞായിരുന്നു. പാക്ക് 1 വേരിയൻസിൻ്റെ 59 കിലോ ടവർ ബാറ്ററി പാക്ക് വെച്ച് വരുന്ന മോഡൽസിൻ്റെ പ്രൈസിംഗ് ആണ് അവർ ആദ്യം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. B6 ആണെങ്കിൽ 18.9 ലാക്സും അതുപോലെ XUV9 ആണെങ്കിൽ 21.9 ലാക്സും ആയിരുന്നു അവർ പറഞ്ഞിരുന്ന പ്രൈസ്. അന്ന് ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസും കൂടെ കേട്ടപ്പോഴാണ് ആൾക്കാർക്ക് അത്ര ഒരു ഇത് വന്നത്, ഒരു ഇൻട്രസ്റ്റ് വന്ന് ഇത്രയും ഫീച്ചേഴ്സ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളിൽ വരുന്നു. അതും കുറച്ച് കാലത്തിന് ശേഷം. XUV400 എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വണ്ടിയായിരുന്നു, NMC ബാറ്ററി പാക്കൊക്കെ വെച്ച്. അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു ലോഞ്ചിൻ്റെ സമയത്ത്. അങ്ങനത്തെ ഒരു വണ്ടിയതിന് ശേഷം അവർ പിന്നീട് വരുന്നത് ടോട്ടലി മാർക്കറ്റ് തന്നെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളായിട്ടാണ്. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അതുപോലെ തന്നെ ഇഷ്ടംപോലെ എൻക്വയറീസ് അവരുടെ ഡീലർഷിപ്പിൽ വരാൻ തുടങ്ങി വണ്ടികളെ പറ്റി. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. നമ്മളിപ്പോൾ ഈ ജാനുവരിയിൽ അവർ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് പ്രൈസിങ് പുറത്തുവിടും എന്നാണ് വിചാരിച്ചിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മഹീന്ദ്രയുടെ ഒരു സ്ട്രാറ്റജിയാണ് വണ്ടി ഇറക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ബേസ് മോഡലിൽ മാത്രം പ്രൈസിങ് പറയുക, എന്നിട്ട് റോളം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് പിന്നെ 1-2 മാസത്തിനുള്ളിൽ ബാക്കി വേരിയൻസിൻ്റെ പ്രൈസും കൂടെ പറയുക എന്നുള്ളത്. പക്ഷെ എന്തായാലും അവരിപ്പോൾ ജാനുവരിയിൽ ഇതിൻ്റെ ബേസിക് വേരിയൻസിൻ്റെയും ടോപ്പ് എൻഡിൻ്റെയും കൂടെ പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നടുവിലുള്ള വേരിയൻസിൻ്റെ ഒന്നും പ്രൈസ് അവർ പുറത്തു വിട്ടിട്ടില്ല. അതും ഇപ്രാവശ്യം അവർ പുറത്തുവിട്ടത് പാക്ക് 3 വേരിയൻസിൽ വരുന്ന 79 കിലോ ടവർ ബാറ്ററി പാക്ക് വെച്ച് വരുന്ന മോഡൽസിൻ്റെ പ്രൈസിംഗ് ആണ്. അത് ഇപ്പോൾ നമ്മുടെ B6 അവർ പറയുന്നത് 26.9 ലാക്സും അതുപോലെ XUV9 എടുക്കുകയാണെങ്കിൽ 30.5 ലാക്സും ആണ്. ഇതെല്ലാം തന്നെ എക്സ്ഷോറൂം പ്രൈസസ് ആണ്. അതായത് കൊണ്ടുകൂടെ വരുമ്പോൾ B6 ഓൾമോസ്റ്റ് 28 എടുത്താം, XUV9 ആണെങ്കിൽ ഏകദേശം 32 മുകളിൽ പോകും എന്ന് നമുക്ക് പറയാം. ഇതിപ്പം നമ്മൾ കണ്ട വണ്ടികൾ, അതായത് അവർ ഷോക്കേസ് ചെയ്ത വണ്ടികളെല്ലാം തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന വണ്ടികളാണ്. മാക്സിമം റേഞ്ചുള്ള, അതുപോലെ തന്നെ മാക്സിമം പവറുള്ള ആൻഡ് ഈവൻ മാക്സിമം അവർ പറയുന്ന ഇത്ര ഫീച്ചേഴ്സൊക്കെ വെച്ച് വരുന്ന വണ്ടികൾ. ഇതുവരെ നമ്മളൊരു മാർക്കറ്റ് ട്രെൻഡ് കാണുകയാണെങ്കിൽ മഹീന്ദ്രയുടെ വണ്ടികളെല്ലാം തന്നെ മിക്കതൊക്കെ നമ്മൾ റോട്ടിൽ കാണുന്ന ടോപ്പ് എൻഡ് വണ്ടികളായിരിക്കും. ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു ബേസ് മോഡൽ സ്കോർപിയോ പോലും കേരളത്തിൽ കണ്ടിട്ടില്ല. വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മാക്സിമം പോയി കഴിഞ്ഞാൽ മിഡിൽ വേരിയൻറ്റ്, അത് മാത്രമാണ് നമുക്ക് മഹീന്ദ്രയുടെ വാഹനങ്ങൾ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര വേറൊരു സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ആക്ച്വലി പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടികളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ആകെപ്പാട് ഒരു ടോപ്പ് എൻഡ് വേരിയൻസ് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അത് പിന്നെ അവരങ്ങനെ എടുത്ത് പറയില്ല എന്നുള്ളൂ. ആദ്യമൊക്കെ ബേസ് മോഡൽ ബുക്ക് ചെയ്ത ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മറ്റേ മീൻ വരുമല്ലോ, ഇങ്ങനെ കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ കുറച്ച് നേരം കിടന്ന് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ കുറച്ച് നേരം കമന്ന് വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സംവിധാനമാണ് അവരെപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം പിന്നെ അവർ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ ടോപ്പ് വേരിയൻസ് മാത്രമേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അവർക്ക് മാത്രമേ ആദ്യം ഡെലിവറി കിട്ടുള്ളൂ എന്നുള്ള കാര്യം. അതെന്തായാലും നന്നായി. ഇനിയിപ്പോൾ ആൾക്കാർക്ക് എന്തായാലും മറ്റേ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ വരുന്ന ഫെബ്രുവരി 14, 2025 മുതലാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ബുക്കിംഗ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് 2025 മാർച്ചിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഈ വാഹനത്തിന് ടോപ്പ് എൻഡിൻ്റെ ഡെലിവറീസും അവർ കൊടുത്തു തുടങ്ങും. അതൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. ആൻഡ് മഹീന്ദ്ര പറയുന്നതനുസരിച്ചും ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് വെച്ച് ഒരു മാസം 5000 വണ്ടികൾ വെച്ച് B6 അതുപോലെ XUV9 കൂടെ ഒരുമിച്ച് വിൽക്കും എന്നാണ് പറയുന്നത്. ആൻഡ് അത് ഇനീഷ്യൽ സ്റ്റേജിൽ ടോപ്പ് എൻഡ് വേരിയൻസ് മാത്രമുള്ളൊരു സെയിൽസ് ടാർഗറ്റ് ആയിട്ട് നോക്കാനാണെങ്കിൽ വളരെ ഹൈ എക്സ്പെക്ടേഷൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ EVs നമുക്കറിയാം, ടാറ്റയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. MG അതിൻ്റെ തൊട്ട് താഴെ കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ചില മാസങ്ങളിലൊക്കെ MG ടാറ്റ ഓവർടേക്കും ചെയ്യാറുണ്ട്. MGയുടെ വിൻസർ EV ഭയങ്കര ഒരു വലിയ ഹിറ്റാണ് ഈ അടുത്ത് വന്ന വാഹനം. അത് കഴിഞ്ഞ മാസം തന്നെ 3800 അവർ ആ വണ്ടി മാത്രമായിട്ട് വിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ MGയുടെ ടോട്ടൽ സെയിൽസും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ഈ വർഷം ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. മഹീന്ദ്ര വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ടാറ്റയുടെ ഒരു ഇലക്ട്രിക് സ്പേസ് കംപ്ലീറ്റ് MG അങ്ങോട്ട് എടുത്തേനെ. പക്ഷേ ഇപ്പോൾ മഹീന്ദ്രയും കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ ഈ 3 വാഹനങ്ങളായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ BYD എന്തെങ്കിലും പുതിയ വണ്ടികളൊക്കെ ഇവിടെ തന്നെ ലോക്കലി മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും നന്നായിട്ട് അസംബിൾ ചെയ്ത് പ്രൈസൊക്കെ കുറച്ച് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും നല്ല ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. BYD ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ നന്നായിട്ട് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങി. കാരണം അവർ ഇന്ത്യയിൽ വണ്ടികൾ CBO ആയിട്ട് ഇറക്കിയിട്ട് തന്നെ ആൾക്കാർ നന്നായിട്ട് വാങ്ങുന്നുണ്ട്. നല്ലൊരു മാർക്കറ്റ് റിസപ്ഷനാണ് കിട്ടുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പതുക്കെ അവർ അസംബിൾ ചെയ്യും, അതുപോലെ ഇവിടെ ലോക്കലി മാനുഫാക്ചർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ BYD ആണ് മഹീന്ദ്രയ്ക്ക് ബാറ്ററി പാക്കൊക്കെ കൊടുക്കുന്നത്. ഇൻ്റർനാഷണലി മിക്ക കമ്പനികളും ബാറ്ററി പാക്ക് എടുക്കുന്നത് BYDയുടെ എന്ന് തന്നെയാണ്. കാരണം ബ്ലേഡ് ബാറ്ററി സെൽസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ആൻഡ് മെയിനായിട്ട് റിലയബിലിറ്റി. ഈ ബാറ്ററി പാക്കുകളുടെ റേഞ്ച് കുറയുക കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ, അതുപോലെ തന്നെ ചാർജ് നിൽക്കാതിരിക്കുക, പിന്നെ എക്സ്പ്ലോഡ് ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും BYDയുടെ ബാറ്ററി സെൽസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും മാക്സിമം പെർഫെക്റ്റ് ആക്കി തന്നെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സേഫാണ്, അതുപോലെ തന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഒരുപാട് സൈസ് അവരുടെ ബാറ്ററി പാക്കുകൾ
യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കമ്പനികൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് അത് പാക്ക് ചെയ്യാനും പറ്റും. മഹീന്ദ്രയ്ക്ക് BYDയുടെ ബാറ്ററി ടെക്നോളജിയിലുള്ള ഒരു വിശ്വാസം കൊണ്ടും അതുപോലെ അവർ ചെയ്തിരിക്കുന്ന ടെസ്റ്റിംഗ് വെച്ചൊക്കെ ആണെന്ന് തോന്നുന്നു ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് അൺലിമിറ്റഡ് ഇയേഴ്സിൻ്റെ വാറണ്ടിയാണ് അവർ ഫസ്റ്റ് ഓണറിന് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ കൊടുക്കുന്നത്. ഈവൻ സെക്കൻഡ് ഓണർ ആണെങ്കിൽ പോലും 10 വർഷം ഓർ 2 ലക്ഷം കിലോമീറ്റേഴ്സ് വരെയുള്ള ബാറ്ററി വാറണ്ടി കിട്ടുന്നുണ്ട്. വേറൊരു കമ്പനികളും 8 വർഷം ഓർ 1.6 ലാക്ക് കിലോമീറ്റേഴ്സിന് മുകളിൽ ബാറ്ററി വാറണ്ടി ഓഫർ ചെയ്യുന്നില്ല. സോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് മഹീന്ദ്രയാണ്. ഈവൻ വിൻസർ റിവ്യൂലാണെങ്കിൽ പോലും MG കൊടുത്തായിരുന്നു അൺലിമിറ്റഡ് കിലോമീറ്റർ ആൻഡ് അൺലിമിറ്റഡ് ഇയേഴ്സിൻ്റെ വാറണ്ടി ഫസ്റ്റ് ഓണറിന്. പക്ഷേ സെക്കൻഡ് ഓണർ ആവുകയാണെങ്കിൽ എഗൈൻ അത് 8 ഇയേഴ്സ് ഓർ 1.6 ലാക്സിലേക്ക് തന്നെ പോകും. ഇതങ്ങനെയല്ല, അതിലും കൂടുതലാണ് സെക്കൻഡ് ഓണറിന് വരെ കിട്ടുന്ന വാറണ്ടി. ഇനി ഈ ഒരു പ്രൈസ് പോയിന്റ് കൂടുതലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അത്രയൊക്കെ പ്രൈസ് മുടക്കാനാണെങ്കിൽ ഇലക്ട്രിക് വണ്ടി എടുക്കണം എന്ന് നിർബന്ധമില്ല എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. കാരണം വേറെ നമുക്ക് ഒരുപാട് പെട്രോൾ ഓർ ഡീസൽ ഓപ്ഷൻസ് ഉണ്ട്. മഹീന്ദ്രയുടെ ലൈനപ്പിൽ തന്നെ നമുക്ക് XUV 700 വരുന്നുണ്ട്, സ്കോർപിയോ വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ റഗഡ് ആയിട്ടുള്ള വണ്ടികളാണ്. ഇത്തരം ഫീച്ചേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളൂ. കുറച്ച് പ്രൈസും കമ്പാരിറ്റീവ്ലി ആക്ച്വലി കുറവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ വേണമെങ്കിൽ പെട്രോൾ ഓർ ഡീസൽ പവർഡ് വണ്ടികളിലേക്ക് പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് എടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ B6 ഒക്കെ ആണെങ്കിൽ വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ആൻഡ് റേഞ്ചിൻ്റെ കാര്യത്തിൽ 79 കിലോമീറ്റർ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ വേറൊരു കമ്പനിയും ഓഫർ ചെയ്യുന്നില്ല. നമുക്കിപ്പം കർവ് EV ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മാക്സിമം വരുന്ന 55 കിലോമീറ്റർ ബാറ്ററി പാക്കാണ്. ഈവൻ നമ്മുടെ ഈ അടുത്ത് വന്ന ക്രെറ്റ EV അത് ലോഞ്ച് ആയിട്ടില്ല, പക്ഷേ എൻ്റെ ബാറ്ററി പാക്ക് അവർ ജസ്റ്റ് പറയുന്നത് 51.3 കിലോമീറ്റർ ആണ് ടോപ്പിൻ്റെ പോലും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മഹീന്ദ്ര ഇപ്പോഴും ബാറ്ററിയുടെ മാക്സിമം റേഞ്ചിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് റിയൽ ലൈഫിൽ 500 കിലോമീറ്റേഴ്സിന് മുകളിൽ അവരുടെ മാക്സിമം 79 കിലോമീറ്റർ വെച്ച് വരുന്ന ബാറ്ററി പാക്കിൽ ഈസി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അത് നല്ല റേഞ്ചാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചാർജ് ചെയ്യാതെ തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. 670 കിലോമീറ്റേഴ്സിനടുത്താണ് ക്ലെയിംഡ് റേഞ്ച് തന്നെ വരുന്നത്. പിന്നെ റേഞ്ച് മാത്രമല്ല, ഈവൻ പവർ ആണെങ്കിൽ പോലും ഇവരുടെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പാണ്. നമ്മളിപ്പം B6ഉം XUV9 നോക്കുകയാണെങ്കിൽ 6.7, 6.8 എന്നീ സെക്കൻഡ്സ് റെസ്പെക്റ്റീവ്ലി ആയിട്ടാണ് ഈ വണ്ടികളൊക്കെ 0 to 100 എത്തുന്നത്. അത് വളരെ ഫാസ്റ്റാണ്. മാത്രമല്ല റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലാണ് വരുന്നത്. എഗെയിൻ ആ പ്രൈസ് പോയിന്റിൽ നമുക്ക് കിട്ടുന്നതെല്ലാം തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന കോമറ്റാണ്. പക്ഷേ അതിനെങ്ങനെ പറയാൻ മാത്രം ഒരുപാട് പവറൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് റിയർ വീൽ ഡ്രൈവ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സീലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. വേറെ ബാക്കിയെല്ലാം ഏകദേശം നമുക്ക് കിട്ടുന്നതെല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ് ഓർ ഓൾ വീൽ ഡ്രൈവ് പിന്നെ ആ ഒരു പ്രൈസ് പോയിന്റിലില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ. എന്തായാലും ഈ വാഹനങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൈസിങ്ങിനെ പറ്റിയും നിങ്ങൾ പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഈ ഒരു 79 കിലോമീറ്റർ ബാറ്ററി പാക്ക് വരുന്ന വണ്ടി എടുക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ 59 കിലോമീറ്റർ വെച്ച് വരുന്ന വണ്ടി എടുത്താലും 350 to 400 കിലോമീറ്റേഴ്സിനടുത്ത് നമുക്ക് റിയൽ ലൈഫ് റേഞ്ച് കിട്ടും. അതിൻ്റെ ടോപ്പ് എൻഡ് എന്തായാലും ഇത്രയും വില ഉണ്ടാവില്ല. എങ്ങനെ പോയാലും 2 ലക്ഷം രൂപയെങ്കിലും കുറവായിരിക്കും. ചിലപ്പം അതിലും കുറയാൻ സാധ്യതയുണ്ട്. കാരണം 20 കിലോമീറ്റർ ബാറ്ററി സൈസിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു MG കോമറ്റിൻ്റെ അകത്ത് വരുന്ന 17.3 കിലോമീറ്റർ സൈസുള്ള ബാറ്ററിയാണ്. അതിനേക്കാൾ വലുതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെയും അതുപോലെ അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ബാറ്ററി കൺഫിഗറേഷൻ്റെ ഡിഫറൻസ് തന്നെ. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് റേഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴത്തെ ബാറ്ററി പാക്ക് ചൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാ പാക്ക് ഓപ്ഷൻസിലും നമുക്ക് ബാറ്ററി പാക്ക് 2 ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. എനിവേ ഗൈസ്, നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും നല്ല ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.